നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ഹാപ്പി. താങ്ക് യു. ഇത് നമ്മുടെ സേലം ടു ചെന്നൈ റോഡാണ്. ഇത് കേരള അല്ല കേട്ടോ. ഞാൻ എടുത്തു പറയാൻ കാരണം കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു സുപ്രഭാതവും അതുപോലെ ഇതുപോലത്തെ ഒരു റോഡും കാഴ്ചകളും കാണാൻ പറ്റില്ല. നമ്മൾക്ക് വിഷമം തോന്നും. ഇവിടെ ടോള് മേടിക്കുന്നുണ്ട്, നന്നായിട്ട് ടോള് മേടിക്കുന്നുണ്ട്. പക്ഷെ ആ റോഡിൻ്റെ ആ ഒരു രീതി, അതുപോലെ റോഡിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഒരു ഭംഗി, കാഴ്ചകൾ ഭയങ്കര സുന്ദര. നമ്മുടെ കേരളം എന്ന് നന്നാവും ആവോ അറിയില്ല. എന്ത് സുന്ദരം ഈ റോഡ്. മൈ ഗോഡ്. ഇവിടെ നന്നായിട്ട് ടോളൊക്കെ നന്നായിട്ട് വാങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ റോഡിനേക്കാൾ ഒരുപാട് മെച്ചമാണ്. നമ്മുടെ ടോള് വാങ്ങിയിട്ട് കേരളത്തിലെ നമ്മുടെ പാലയേക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഒരു ടോളുണ്ട്. ആ ടോള് കാശ് കൊടുക്കണം, അവിടെ വന്ന് ക്യൂ കിടക്കണം. ചിലപ്പോൾ അവർ തല്ലും ചിലപ്പോൾ നമ്മളെ. അതും നമ്മൾ കൊള്ളണം. എന്ത് ലോകമാണ് ഒന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഭംഗിയുണ്ട് നിങ്ങൾ റോഡിന്റെ. അടിപൊളിയല്ലേ. വണ്ടി നമുക്ക് ഓടിക്കാൻ തന്നെ എന്ത് സുഖം. ഇവിടെ ക്യാമറയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. വണ്ടി 100-120 സ്പീഡിലൊക്കെ ഓടിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരും ചോദിക്കും. ഇവിടെ നിന്ന് ആർക്കും ഹെൽമെറ്റും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാവരും അവരവരുടെ ജോലി നോക്കുന്നു, ജോലിക്ക് പോകുന്നു, 2 വീലർ ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു, ഒക്കെ ഓടിച്ച് എല്ലാവരും ഉണ്ട്. ഇതിന്റെ ചെടിയുടെ ഉള്ളിലൊന്നും നമുക്ക് അവിടെയാണെങ്കിൽ പേടിയാ. പോലീസ് ഉണ്ടോന്ന് നോക്കണം. ചിലപ്പോൾ ചെടിയുടെ ഉള്ളിൽ നിന്നൊക്കെ പോലീസ് വരണാണ് കേരളത്തിൽ. ഇവിടെ കണ്ട, ഇവിടെ ചെടിയുടെ ഉള്ളിലൊന്നും ആരും ഇല്ല, ഒരാളെയും കാണാനില്ല. ഹലോ, അടിപൊളി. കണ്ട രാവിലെ ഒരു 8 മണി ആയപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അടയാർ ആനന്ദഭവൻ. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സേലത്തിനു മുമ്പ് ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല ടോയ്ലറ്റും അതുപോലെ നല്ല നീറ്റാണ്. ടോയ്ലറ്റ് ആയാലും ഇവരുടെ ഷോപ്പായാലും ഒക്കെ. അല്ല, ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറേ ഫുഡുണ്ട്. ഞാനിവിടെ സാധാരണ കഴിക്കണത് ഒരു മസാല ദോശ കഴിക്കും. പിന്നെ ഇവിടുത്തെ ഒരു കോഫിയും ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ എപ്പോൾ എന്നുള്ളൊരു പ്രത്യേകത ഫുള്ളായിരിക്കും. എപ്പോഴും നല്ല ആൾക്കാരായിരിക്കും. നന്നായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് മസാല ദോശയും കാര്യങ്ങളും വരുന്നത് ഞാൻ പറയാം. ആയേക്കാ അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ട്. ഓക്കെ. നമ്മൾ സമയം ഏകദേശം ഒരു 1 മണിയായി. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്ഥലമാണ് ബനാന ലീഫ്. അത് ദിണ്ടിവനം അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ഫുഡ് ഉണ്ടെന്ന് നോട്ടെ. ഞാൻ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നല്ല വിശപ്പ്.
നന്നായിട്ടോ പോകുമ്പോൾ പേസ്റ്റ്